എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഏറ്റുമാനൂരിൽ താൻ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി VN വാസവൻ. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും മന്ത്രി VN വാസവൻ 24നോട്. ഏറ്റുമാനൂരിൽ മറ്റൊരു ചർച്ചകൾക്കും പ്രസക്തിയില്ലായിരുന്നു. എന്തായാലും ഇത്തവണയും VN വാസവൻ തന്നെയാണ് മത്സരിക്കുന്നത്. വാസവൻ ചേട്ടാ, എങ്ങനെയാണ് പ്രതീക്ഷകൾ? വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ജനങ്ങളിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? ഈ 5 വർഷത്തെ പ്രവർത്തനമായിരിക്കുമോ പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുക? നിശ്ചയമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ദശാബ്ദക്കാലത്തെ ഭരണരംഗത്തെ ഏറ്റവും മികവാർന്ന മുന്നേറ്റം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അല്ലലില്ലാതെ, വിഷമമില്ലാതെ, പട്ടിണിയില്ലാതെ, അന്ധകാരാവൃതമായൊരവസ്ഥയില്ലാതെ, പ്രകാശപൂർണമായൊരവസ്ഥയിൽ സഞ്ചരിച്ചൊരു കാലഘട്ടമാണ് ഈ ഒരു ദശാബ്ദക്കാലം. അതുകൊണ്ട് സ്വാഭാവികമായി ജനങ്ങൾ കേരളത്തിലെ ഭരണത്തെ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കൃത്യമായി ആ വികസനത്തിൻ്റെ സന്ദേശം എത്തിച്ച് ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്നു. ആ വലിയ രൂപത്തിലുള്ള ഇടപെടലുകൾ നിശ്ചയമായും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതികരണം ഞങ്ങൾക്ക് അനുകൂലമായി കിട്ടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ. വാസവൻ ചേട്ടൻ്റെ ഇപ്പോൾ ചുവരുകൾ എഴുതി കഴിഞ്ഞു, ഇന്നിപ്പോൾ പ്രകടനത്തിലേക്കും ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കുന്നില്ല. UDFൻ്റെ സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ചും, പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനാണോ സീറ്റ് എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ തർക്കം നടക്കുന്നു. BDJS ആണോ BJP ആണോ മത്സരം നടക്കുന്നു. അപ്പോൾ വാസവൻ ചേട്ടനെതിരെ മത്സരിക്കാൻ എതിർ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടോ? അതിനെ എങ്ങനെയാണ് നോക്കുക? അല്ല, ആ വിഷയത്തിൽ എനിക്ക് ആര് വന്നാലും തർക്കമില്ല. ആരെയും നേരിടാൻ ഞാൻ തയ്യാർ. മാത്രമല്ല, UDFനെ സംബന്ധിച്ചോളം ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ അനൈക്യത്തിൻ്റെയും അസംതൃപ്തിയുടെയും അസഹിഷ്ണുതയുടെയും ഉള്ളടക്കങ്ങൾ. അവർക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിനെ തൊഴിലെ തർക്കങ്ങളാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുപ്പായം തയ്ച്ചവരെല്ലാം ഈ രംഗത്ത് നിരാശരായി പോകേണ്ട രൂപത്തിലേക്ക് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് കേന്ദ്രീകരിച്ചൊരു ലീഡർഷിപ്പ് ഇല്ലാതെ, അവർക്കൊരു ഐക്യമില്ലാതെ എങ്ങനെ ഈ നാടിനെ ഭരിക്കും? കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ വന്നു, ഒരു മികച്ച വിജയം കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു. ഇത്തവണ കോട്ടയം ജില്ലയിലെ പ്രതീക്ഷ എങ്ങനെയാണ്? ആ സീറ്റ് വിഭജനമൊക്കെ കൃത്യമായിട്ട് നടന്നു. അപ്പോൾ കൂടുതൽ സീറ്റുകൾ കോട്ടയം ജില്ലയിൽ നിന്ന് LDFന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിശ്ചയമായും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 സീറ്റാണ് കിട്ടിയത്. ഇവിടെ 9 സീറ്റാണുള്ളത്. ഈ പ്രാവശ്യം 9 സീറ്റും പിടിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരള കോൺഗ്രസിൻ്റെ വരവ് ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട്. മുന്നണി എന്ന രൂപത്തിൽ വന്നതേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം നല്ല രൂപത്തിലുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ല ടീം വർക്കോടെ ഞങ്ങൾ ജയിക്കും. തീർച്ചയായിട്ടും അതാണ് മന്ത്രി ഇത്തവണ ഏറ്റുമാനൂരിൽ തന്നെ ജനവിധി തേടുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർത്തു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് VN വാസവൻ ഇത്തവണ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.